ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കാനെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു. അപ്പോഴിതാ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ എന്താ നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്നതും പിന്നെ എന്താ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾറെഡി ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക. പിന്നെ മക്കളുടെ അല്ലറ ചില്ലറ കുസൃതികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ എങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ റെസിപ്പി പനിയാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ അരി കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകിയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉഴുന്ന്. അപ്പോൾ ഒരു സുമാറ് ഉഴുന്നിട്ടെടുത്തത് എത്രയെന്നില്ല, ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്നെന്നുള്ള ഇതിലാണ്. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ഉലുവി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനും മിക്സിൻ്റെ ജാറിൽ ഇത് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് കുതിർത്തി വെച്ച തന്നെയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഞാൻ അടിച്ചെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉഴുന്നും ഈ വെള്ളം പാകത്തിനുള്ള വെള്ളം ഉലുവയും ചേർത്തിട്ട് പാകത്തിന് പറഞ്ഞാൽ അരിൻ്റെ ഒരു അത്ര എന്തായാലും വെള്ളം മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ കുറുന്നതിനനുസരിച്ച് നമുക്ക് തന്നെ വെള്ളം പാകത്തിന് ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ഇതൊന്ന് അടിച്ചിട്ടുണ്ട് വരാം. ഞാൻ കുറച്ചുകൂടി ഉഴുന്നൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ എന്താവുമെന്ന് അറിയില്ലല്ലോ, എന്തൊക്കെ വെറുതെ കൊളാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കി അവിടെ തന്നെ വെച്ചതാണ്. അപ്പം നമ്മളെ മാവ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റിന് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ അടിച്ചെടുത്തിക്കാണ്ട് നമ്മൾ റൈസ് കുക്കറിലാക്കിയാണ്ട് ഞാൻ എന്താ പറയുക രാത്രി 10 മണിക്ക് ശേഷമാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അപ്പം ഇത് റൈസ് കുക്കറിലാക്കിയിട്ട് ഇപ്പം ഇത് കിടക്കാൻ പോകട്ടോ. അപ്പം ഇനി ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിലേക്ക് എല്ലാ സംഗതികളും റെഡിയാക്കി വെക്കണം. അപ്പോഴിതാ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ റൈസ് കുക്കറിൽ വെക്കട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സങ്കടയിൽ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ ലൈക്ക് എന്ന് പറയാമെന്നല്ലാതെ ആരും ലൈക്കൊന്നും അടിക്കാറില്ല കേട്ടോ. എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവുന്നുണ്ടോ, അവർ മറന്നു പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ഇതാ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കേട്ടോ. അപ്പോൾ ഞാനൊരു 4:45 തന്നെ നീച്ച് വന്നിട്ടുണ്ട്. ഒരു 4:30 കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്താ മിനിമോൾക്ക് 5:30 ആകുമ്പോഴേക്ക് ഇതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഗതികളാട്ടോ. അതിൽ ഏതാണ്, അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ചൊരു 5, 6, 8 വെളുത്തുള്ളിൻ്റെ അല്ലി, പിന്നെ കറിവേപ്പില കൊത്തി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഇപ്പം എന്താ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ടോ. അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് എന്തിട്ടു കടുകും കുറച്ച് ഉഴുന്നും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉഴുന്നൊക്കെ നന്നാക്കി കേൾക്കിയതിന് ശേഷം കേൾക്കാണ്ടാണ് ഇതിലേക്ക് ഇട്ടെടുത്തത്. കേക്ക് വാർത്തതിന് ശേഷം ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എന്താ കുറച്ച് നമ്മൾ എരിഞ്ഞ് വെച്ച് ചെറുതാക്കി അരണ്ട വെളുത്തുള്ളിയൊക്കെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു സുമാറ് അളവിനാണ് കേട്ടോ. ഏകദേശം പിന്നെ ആദ്യം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇങ്ങനെ അളവിന് തന്നെ എടുക്കുക. അപ്പം എനിക്ക് ഞാൻ എല്ലാവരും സുമാർ അളവിന് ഇത്ര ഇന്നതൊന്നും ഞാൻ ഇതിലും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പം എന്താ വെളുത്തുള്ളും കൂടി ആയതിനു ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്. നമുക്ക് ടൈമില്ലാത്ത കാരണം കൊണ്ട് തന്നെ എന്താ വലിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞപ്പം അത്ര ചെറുതാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഒന്നുകൂടി ചെറുതാക്കി അരിഞ്ഞെടുത്താൽ ഒന്നുകൂടി ഉഷാറാവും. അപ്പം ഇനി നമുക്ക് വലിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നോട് കഴിയുന്നത് മാക്സിമം ഞാൻ ചെറുതാക്കി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താ എനിക്ക് ടൈമില്ല, ഒന്നാമത് വർക്ക് എഴുന്നേറ്റിക്കാണ്ട് ഒക്കെ റെഡി ആക്കി വെക്കണം. അപ്പോൾ അത് ഇതിലേക്ക് ഇതാ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതിൻ്റെ കാര്യമുണ്ട്. എനിക്കിത് വയറുവേദന അതങ്ങനത്തെ ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ പച്ചമുളകൊന്നും എല്ലാവരും ചേർക്കുന്ന മാതിരി ചേർക്കാറില്ല കേട്ടോ. ഒന്നും ഏറി വന്നാൽ ചേർക്കുള്ളൂ. രണ്ടെണ്ണമൊക്കെ പിന്നെ ചിലപ്പോൾ വീഡിയോക്ക് കാണാൻ വേണ്ടിയൊക്കെ ചേർത്തിട്ടൊക്കെ വരും. അപ്പോൾ അതാ നമ്മൾ കഴുകിയാണ്ട് അരിഞ്ഞ് വെച്ച കറിവേപ്പില ചേർത്തി കൊടുക്കുക. നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലിൻ്റെ ടൈമില്ല. ആ ടൈം അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുള്ളത്.
പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണമല്ലോ വിചാരിച്ചിട്ടുണ്ട് മദ്രസക്ക് ഉണ്ടാക്കി കൊടുക്കും വേണം. അപ്പോൾ ആ ടൈമിൽ ആ ഒരു സമയത്ത് എല്ലാം പാടെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ടൈം ഉണ്ടാകില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിൽ ഉപ്പും ചേർത്തിട്ടോ. നമ്മൾ മാവ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മാവിന് ഞാൻ അറിയാതെ പോയി ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് മുളക് പൊടി കുറച്ച് ചേർത്തി കൊടുക്കുക. പച്ചമുളക് ഇന്നില്ലാച്ചെങ്കിൽ മുളക് പൊടി ചേർക്കുക. പച്ചമുളക് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക. അപ്പോൾ ഓരോരുത്തർ അളവിനനുസരിച്ച്. പിന്നെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ കായപ്പൊടിയൊക്കെ കുറച്ച് ഇതാക്കിയായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത്ര ഒരു കുറച്ച് മതി. അപ്പോൾ അങ്ങനെ കായപ്പൊടിയും ചേർത്തി കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അപ്പം നമ്മളെ മാവുതാ റൈസ് കുക്കറിൽ വെച്ചിന് മാവുതാ. അപ്പോൾ എൻ്റെത് ആ ടൈമിൽ ഒരു അതുകൊണ്ട് തന്നെ എല്ലാവരും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉയർന്ന പാട്ട് തന്നെ വെച്ചും ചെയ്തല്ല. അപ്പോൾ ഇതെന്താ കൊളാവൊന്നും ഇല്ല, ഇതൊന്നും അറിയില്ല. അപ്പം ഈ ഒരു മാവക്ക് ചൂടില്ല, ഈ ഒരു സംഗതികളൊന്നും വെച്ചെടുത്തിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേട് വരുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പുളിച്ചുകാണ്ട് ആയാലും അങ്ങനെയൊന്നും ഇതാവും. അപ്പോൾ മാവല്ലേ, മാവ് പുളിച്ചിരിക്കുമ്പം അത് ഒന്നും കൂടി ടേസ്റ്റ് എന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇനി നന്നാക്കി ഉള്ളി നന്നായി വാടി കിട്ടാനൊന്നും നിൽക്കണ്ട. അങ്ങനെ അപ്പം അതിന് ശേഷം ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടോ. ഇത് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്താ ചുട്ടെടുക്കാൻ, ഇത് എന്തിനാ ചുട്ടെടുക്കുക വെച്ചാൽ എന്താ പറയുക, കുയ്യപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി ഇതിലൊക്കെ ചുട്ടെടുക്കണം കേട്ടോ. പിന്നെ ആ ചട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നെയ്യപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോഴിതാണ് വെളുത്തുള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില അതൊക്കെ ചേർത്തി കൊടുത്ത ആ ഒരു ഇത് ഇതിലേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ ആവശ്യമില്ല പച്ചക്കറികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ചേർത്തി കൊടുക്കട്ടോ. പിന്നെ കാബേജ് വേണമെങ്കിൽ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അതൊക്കെ നന്നായി വെന്ത് ആകുമ്പോൾ അറിയില്ല കേട്ടോ. അങ്ങനെ അതാ നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക. ഒന്നുകൂടി നന്നാക്കി പൊങ്ങാവുന്നുണ്ട് മാവട്ട്, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകാണോ നോക്കിയിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കട്ടോ. ഇപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാവ് കുറച്ച് ടൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഉഴുന്ന് ദോശക്കില്ല ഒരു പരിവം കിട്ടണതിന്. ഉഴുന്ന് ദോശക്ക് ഇഡലിക്കില്ലത് അത്ര ഇതായിട്ടില്ല. പിന്നെ പൊങ്ങാനും വല്ലാതെ ടൈമും ഇല്ല. ഒന്നാമത് വറ്റി നമ്മളെ ചോറ് ഇതൊക്കെ ബാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉഷാറാവും. അപ്പം ചോറൊന്നും ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഒരു ഇരുമ്പിൻ്റെ പാൻ അടുപ്പത്ത് വെക്കുകയാണ്. ഇതിലേക്ക് എന്താ ചൂടായതിനു ശേഷം അപ്പോൾ ഈ ഒരു പാൻ എൻ്റെ അടുത്ത് ഉള്ളത്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് കുയ്യപ്പച്ചട്ടിയൊക്കെ വാങ്ങണം. അപ്പോൾ നമുക്കിത് എന്താ ഇതിൽ ചുട്ടെടുക്കുമ്പോൾ തന്നെ എനിക്ക് കുറേ ടൈം പോകാണ്ട് 12 ചുട്ടെടുക്കുന്നത് ഒറ്റടിക്ക് ഒറ്റ ട്രിപ്പിൽ ചുട്ടെടുക്കുന്നത് ഈ ഒരു ഇതിന് പോകാൻ കേട്ടോ. അങ്ങനെ കുറേ ടൈം പോകുക. അതാണെങ്കിൽ അധികം ഇതാകാനും പാടില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ മതി കേട്ടോ. പാകത്തിന് നെയ്യപ്പം ആക്കാൻ ആ ഒരു ഇത്ര വെളിച്ചെണ്ണ വേണ്ട. അപ്പം ചെറുതാക്കി ഒരു കയ്യിൽ മുഴുവനായിട്ട് വേണ്ട, അപ്പോഴായിരുന്നു കിട്ടുള്ളൂ. അപ്പോൾ ചെറുതാക്കി ഇങ്ങനെ ഒഴിച്ചെടുക്കുക, ഒരു പകുതി ആയിട്ട് ഒഴിച്ചെടുക്കുക. അങ്ങനെ അത് പൊങ്ങി വന്നതിന് ശേഷം ഒരു 1.5 മിനിറ്റ് തന്നെ അത് ആയി കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അപ്പുറം മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ച് കണ്ടൊക്കെ ആകാം. എനിക്ക് ആ ടൈമിൽ ഇതൊക്കെ ഒരു 2 ചുട്ടെടുക്കാണ്ട് 3 ഇത് ചുട്ടെടുക്കുന്ന ജിതുമോനും അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഫോണിന് വല്ലാതെ ഇങ്ങനെ ആഗ്രഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അവന് ഫോൺ വേണ്ട കയ്യിൽ കൊടുക്കാൻ. അപ്പം മടങ്ങിക്കണില്ല. അപ്പോൾ ആ ഒരു തിരക്കിനും ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഞാനിവിടെ നമ്മളെ കിച്ചണിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ 2-3 ചുട്ടെടുക്കാനുള്ള ടൈമേ ഉള്ളൂ ടൈമിൽ കേട്ടോ. ഈ ഒരു സമയത്ത് എന്താ വെച്ചാൽ അവളെന്നുണ്ട് ആക്കി കൊടുക്കണം. 6 മണിക്ക് മദ്രസ് തുടങ്ങും. അവൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചില സമയത്ത് എന്താ എഴുന്നേൽക്കാനൊക്കെ മതിയാകും കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു 5:55 6 മണിക്ക് ആകും. അങ്ങനെ 2-3 ചുട്ടെടുത്തിട്ടുണ്ട്. ജിതുമോനും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനും ശ്രദ്ധിക്കാഞ്ഞാൽ അതിലേക്ക് കൊടുക്കാഞ്ഞാൽ ഇതാകും കേട്ടോ. ഇങ്ങനെ എന്താ വെച്ചാൽ ഇതാട്ടോ. അപ്പം ഇവൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ നോക്കണം. പിന്നെ വരാമെന്ന് പറഞ്ഞാലൊന്നും സംഭവിക്കില്ല. ഒന്നാമത് എനിക്കാണെങ്കിലും വീട് എടുക്കുന്ന ഇടയിൽ കൂടെ വരുന്നതും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചോദിക്കുന്നതാണെങ്കിലും ആ ഒരു ഇഷ്ടമില്ലാത്ത സമയമാട്ടോ. പിന്നെ ആ ടൈമിലെ ഇത് ഓരോട് ഞാൻ പറഞ്ഞതാണ് ഫോൺ ഇപ്പോൾ വാങ്ങല്ലേ എന്നൊക്കെ. ഫോണിന് വേണ്ടിയില്ല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ ഫോൺ എടുത്ത് ഉമ്മമാരുടെ ഫോൺ എടുത്ത് അങ്ങനെ കുറച്ച് അതിന് ഒതുങ്ങിട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഒരു 3 ചുട്ടിട്ട് ജിനുമോനൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ പോകാൻ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അടുത്ത ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അവളെ മദ്രസക്ക് അയക്കണം. ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം എനിക്ക് അവളെ ആക്കി കൊടുക്കണം. അപ്പോൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അങ്ങനെ ഉള്ളത് ഒക്കെ റെഡി ആയിട്ട് അപ്പോൾ ഒക്കെ ഇത് ഇഷ്ടപ്പാടില്ല കേട്ടോ. എല്ലാവരും യൂട്യൂബിലൊക്കെ നമ്മൾ കാണില്ല, അപ്പോൾ അങ്ങനത്തെ ആയിട്ടില്ല ഇങ്ങനത്തെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾക്ക് അതിൻ്റെ ചട്ടിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഉഷാറാക്കാണ്. അങ്ങനെ ഇതാ ഒരു സ്ഥലത്ത് എന്താ വാഷ് ചെയ്ത് നടക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വാഷ് ചെയ്യാനുണ്ട്, അതൊക്കെ കിടക്കട്ടെ. അങ്ങനെ ഞാൻ അവളെ മദ്രസ ആക്കിക്കാണ്ട് ഞാൻ പോന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സംഗതികളെ പിന്നെ ചായക്കുള്ള വെള്ളം ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി അങ്ങനെ വാങ്ങാൻ പിന്നെ കുറച്ച് ആക്കുള്ളൂ കേട്ടോ, ടൈമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലോക്കിൻ്റെ ആക്കി കൊടുക്കുള്ളൂ. അങ്ങനെ ബാക്കി ചുട്ടെടുക്കട്ടെ. അപ്പം ഇവിടെ അടുക്കളയിൽ ഭയങ്കര കച്ചറ നടക്കുന്നുണ്ട്, ഫോൺ ജിതുമോനും ഞാനും കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പിന്നെ നമ്മൾ പോയപ്പോൾ ഞാൻ ഇതിലേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ടൈമില്ലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾക്ക് അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെന്താ ഞാനൊന്ന് കഴിച്ച് നോക്കിയോ, അപ്പം ഇതിലേക്ക് കറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഇത് ചട്ടിനിയൊക്കെ തയ്യാറാക്കണം. അപ്പം നമ്മളെ പരിഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടില്ല. അവർ ആദ്യമൊക്കെ കൊണ്ട പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് കൊണ്ട് മദ്രസക്ക് പോയാൽ രണ്ടാമത് ഞാനെന്താ നമ്മളെ കിച്ചണിൽ ഭയങ്കര കച്ചറ നടക്കുന്നുണ്ടല്ല, അപ്പോഴൊക്കെ ഇതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിനാണെങ്കിൽ എനിക്ക് ഫോണും കിട്ടില്ല, എൻ്റെ ഫോണൊക്കെ ട്രൈപ്പോർഡിലൊക്കെ വലിച്ച് കൊണ്ടിട്ടിട്ട് അതിൻ്റെ ജിതുമോന് സമ്മതിക്കാതെ കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഫോണിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത്. അങ്ങനെ ചിലതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ അയത്തൊന്നും ഞാൻ പിന്നെ ഇതിലേക്ക് ആ ഫോൺ എടുത്തൊന്നും ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ. പിന്നെ കിട്ടിയിട്ടൊക്കെ എനിക്ക് പൊങ്ങി കാണാൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ചട്ടിനി റെഡിയാക്കണം. അപ്പോൾ ചട്ടിനിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് നമുക്കത് കഴിക്കട്ടോ. ചട്ടിനി ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അത് പല ഇതിലും ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ, പല വീഡിയോയിലും നമ്മൾ ചട്ടിനി കറിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പരിവം, കണ്ടല്ലോ നോക്കട്ടോ. അപ്പം നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കാര്യമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങളും ട്രൈ ആക്കി വെക്കുമല്ലോ. ഞാൻ ജിതുമോനോട് പറഞ്ഞിരുന്നു ഒന്ന് ക്രിസ്മസ് ആയോ നോക്കട്ടെ, അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ അതാണ് അവൻ പറഞ്ഞത്. പറഞ്ഞെന്താ മനസ്സിലാണില്ലല്ലോ, ക്രിസ്മസ് ആയോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ചട്ടിനിക്കറിയും കൂട്ടിയിട്ട് ഞാനിവിടെ ചായ കുടിക്കാൻ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പനിയാരത്തിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ. ഇനി എന്താ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, ഉച്ചക്കല്ലേ ഫുഡൊക്കെ റെഡിയാക്കണം, പിന്നെ മുറ്റടിച്ച് വരാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടതാണ് കേട്ടോ, കാണാനും ഭംഗിക്കൊക്കെ വേണമെങ്കിൽ. അപ്പം ഇത് ചൂടാറാതെ കിട്ടണമെങ്കിൽ നമുക്ക് കാസറോളൊക്കെ ആക്കി കൊടുക്കാം. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് മുറ്റത്ത് നോക്കുമ്പോൾ കുറച്ച് ഇലകൾ എന്താ മുള്ളൻ ചക്കൻ്റെ ആ ഒരു ഇന്നത്തെ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നണ്ട് റെഡിയാക്കി എടുക്കണം. അധികമൊന്നും ഇല്ല, അപ്പോൾ കുറേ മരം പോയതുകൊണ്ട് തന്നെ കുറച്ച് അടിച്ചു വരാനൊന്നും വല്ലാതെ ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കണം. എന്നാലും വേണം ഒന്ന് ചമ്മലുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ വേണമല്ലോ നമുക്കൊന്ന് മുറ്റൊക്കെ നണ്ട് തൊടിയും കൊടുക്കുക. അങ്ങനെ എന്നിട്ട് എല്ലാ ഭാഗം ഒന്ന് അടിച്ചു തരും കേട്ടോ. ഇത് പിന്നെ കുറച്ചിൻ്റെ പിന്നെ ആദ്യം അങ്ങനെ മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ട് പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജിതുമോൻ ഇവിടെ എന്താ മണ്ണിലെന്തോ കുയ്യാക്കി കളിക്കുക, എന്തൊക്കെ പറഞ്ഞിക്കാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ കുയ്യാക്കിയത്, പാമ്പിനെ കുഴിച്ചിടാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ഒരു പേരില്ല എന്നൊക്കെ അങ്ങനെ വലിയൊരുണ്ട് കേട്ടോ. അങ്ങനെ കുയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇതാക്കാണ്. നിൽക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ പിടിക്ക് പോരും. അപ്പോൾ അതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അടുത്തൊക്കെ നല്ല തീ പിടിപ്പിക്കട്ടെ. അപ്പോൾ ഇതിന് ഒരു ദിവസം പിടിപ്പിക്കാഞ്ഞാൽ തന്നെ കത്താൻ ഒന്നരാടായതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ എന്തിപ്പോൾ പിടിപ്പിക്കാൻ എന്താ കുട്ടികൾക്ക് പനി ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കൊഞ്ഞപ്പോൾ പിന്നെ ചോറാണെങ്കിൽ കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിക്കേണ്ടത് ഒന്നോ രണ്ടോ ദിവസം പിടിപ്പിക്കാൻ ഞാൻ കത്തി കിട്ടാൻ കുറച്ച് പ്രയാസം. അപ്പം ഞാൻ വിറകും ഇതൊക്കെ കുറച്ച് ഇതായതുകൊണ്ട് കുറഞ്ഞൊരു പ്രയാസം, ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സഹിക്കുന്നുണ്ട്. ചകിരിയും ഒക്കെ വെച്ചെടുക്കുക. അപ്പോൾ ചകിരിയാണ് ഈ അടുപ്പ് തന്നെ മെയിൻ. അപ്പോൾ ഇത് കുറച്ച് ദിവസം എടുക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഉടക്കി പൊങ്ങി വീട് വരാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഒരു കത്തി പിടിക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ കത്തി പിടിച്ചോളും. അപ്പോഴേക്കും എനിക്ക് എന്താ മുറ്റടിച്ച് കാരണം കുറഞ്ഞ അകത്തേക്കില്ലേ വെള്ളം കൊണ്ട് വെക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥകളും വിശേഷങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത പ്രകൃതി ഇതൊക്കെയാണ് കേട്ടോ. പൂമ്പാറ്റേ അയ്യോ. അപ്പോഴിതാ ചൂടിനൊക്കെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി എന്താ അകത്തിന് കുറച്ച് പണികളുണ്ട് കേട്ടോ. അകത്തല്ല അതിൻ്റെ ഇടയിൽ ഇടയിൽ വരും, ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വിടുമ്പോൾ വിളിക്കും എന്തൊക്കെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ട് ഒരുപാട് ടൈം മിസ്സാകുന്നുണ്ട്.
ഒക്കെ കഴിഞ്ഞിട്ട് വേണം അതടിച്ചേരി തുടക്കാനും ഇതൊക്കെ. പിന്നെ ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. പിന്നെ വലിയ പണികളൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോഴിതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്ക് പ്രസ് ചെയ്യുക. അതിൽ ഓൾമെൻ്റെ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളൂ. പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അള്ളാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ എനിക്ക് എപ്പോഴൊന്നും വീഡിയോ ഇടാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് സ്കൂളില്ലാത്ത ദിവസമൊക്കെ മക്കളെ കയ്യിൽ ഞാൻ ഫോൺ അതൊന്നും തന്നെ നല്ല നല്ല സംഗതികൾ ഉണ്ടാകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും എനിക്ക് കയ്യിൽ ഫോൺ കിട്ടാറില്ല. അങ്ങനെയൊക്കെയാണ് കൊടുത്താൽ പിന്നെ ഞാൻ പിന്നെ അത് ഇറങ്ങിച്ച് വാങ്ങണ്ടല്ലോ വിചാരിച്ചിട്ട് എനിക്ക് അത് ഇതുപോലെ കുറച്ച് കുസൃതികളാണ് ഇവിടെ കാണാൻ. നമ്മളെ വാട്ടർ ടാങ്ക് നിറഞ്ഞ് ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി എന്തൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ തലേന്നുണ്ടായ കാഴ്ചകളാണ് കേട്ടോ. തലേന്ന് വൈകുന്നേരം ഞാനെന്താ വെള്ളം മുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒന്ന് പെട്ടെന്ന് പൊട്ടിച്ച് പോകുന്നത് മാതിരി എന്താ പോയത് എനിക്കറിയില്ല. പശുക്കുട്ടിയാണോ പോയത് പന്നിക്കുട്ടിയാണോ പോയത് അറിയില്ല. വെള്ളത്തിൽ ചെന്നും ചെയ്ത് ആ ഒരു ഇങ്ങനെ അന്തപ്പെട്ട് ഞാൻ നിൽക്കരുത്. എന്താ തലേന്ന് എന്താ ഒരു വൈകുന്നേരം 3 മണിക്ക് കുളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അങ്ങനെ 3 മണിക്കല്ല, ഒരു 2 മണിൻ്റെയൊക്കെ ഒരു മുമ്പാണ് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെ ഒരു അന്തം വിട്ട് ഞാൻ നിൽക്കാൻ എന്താ പോയതെന്നറിയാം. പിന്നെ കുറച്ച് കയ്യിൽ കണ്ട കാഴ്ച കേട്ടോ അത് കണ്ടത്. പിന്നെ വന്നത് പശുവിൻ്റെ എന്താ കരച്ചിന് വല്ലാതെ കേൾക്കുന്നത് പോയപ്പോൾ തന്നെ കുന്തിലെടുത്ത് ഓടുകയെന്നൊക്കെ പറയില്ലേ, കുന്തിലെടുത്ത് ഓടിയതാണോ അതൊന്ന് തെറ്റിപ്പോയതാണോ എന്താണെന്നറിയില്ല. അങ്ങനെ പോയപ്പോൾ തെറ്റി. പിന്നെ വൈകുന്നേരം പെട്ടെന്ന് ഈ പശുക്കിടാവാണ് വന്ന് ഇങ്ങനെ അന്തം വിട്ട് നിന്ന് നോക്കിയതിൽ എടുത്ത വീഡിയോ സാധനം ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുക്കാനും തോന്നി. അപ്പം അങ്ങനെ ഒരു കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്നതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ശരിക്കാണ് നമ്മുടെ വീഡിയോ ഇല്ലെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഞങ്ങളുടെ വൈകിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവരുടെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.